ബാക്ക് ടു യൂട്യൂബ് ചാനൽ ആവനീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ, അതുപോലെ തന്നെ നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാറ്, കാരണം നല്ല മഴയൊക്കെ ആകുമ്പോൾ കട്ടൻ ചായയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഒരു രസമല്ലേ. അപ്പോൾ വീട്ടിലെന്തായാലും കുറച്ച് മുട്ട ഇരിപ്പുണ്ട്, അപ്പോൾ നമുക്ക് മുട്ട വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മുളകിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഞാനിവിടെ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. വറ്റൽമുളക് നന്നായിട്ട് ക്രഷ് ചെയ്യണം. ഇപ്പോൾ ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മുട്ട, ഇവനാണ് ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത്. ഇവനില്ലെങ്കിൽ നമുക്ക് പരിപാടി ഒന്നും നടക്കില്ല കേസ്. അപ്പം മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ എന്താണ് വറ്റൽമുളക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. പിന്നെ നമ്മൾ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായതാണ്. പിന്നെ കുരുമുളക് പൊടി ഉണ്ട്. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ റസ്ക് പൊടി, അതുപോലെ തന്നെ 2 മുട്ട ഒന്ന് നന്നായിട്ട് കലക്കിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ നന്നായിട്ട് കലക്കി നമുക്ക് എന്തായാലും ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. നമ്മളിത് ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എണ്ണ എന്തായാലും നല്ല രീതിയിൽ ചൂടാവട്ടെ. അപ്പത്തേനും നമുക്ക് ഈ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് മുളകിന്റെ കൂടെ വെച്ചിട്ട് സൈഡിൽ ചെറുതായിട്ടൊന്ന് മുളകൊക്കെ കയറിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും ഒന്ന് മിക്സ് ആക്കി വെച്ചാൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ഒന്ന് സെറ്റാക്കട്ടെ. അപ്പൊ ഗേസ്, നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റിക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്റ്റിക്കുകളെല്ലാം അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കണ്ട. അപ്പൊ നമുക്ക് ആദ്യം ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ മസാലപ്പൊടി, പിന്നെ നമ്മുടെ ഇടിച്ച വറ്റൽമുളക്, ഇനി കുറച്ച് കരിവേപ്പില ഇടും. ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേസ്. ഇതിപ്പോ നമുക്ക് 4 മണിക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ വിശന്നൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്സ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ അവരുടെ സന്തോഷം കാണുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കിഡിലായിട്ടാണ്. അപ്പൊ നമ്മൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആ മുട്ടയിലേക്ക് ഇതിനെ ഒന്ന് റോൾ ചെയ്യണം. അപ്പൊ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിതാ പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മുട്ട വയ്ക്കാം. മുട്ട വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിലേക്ക് തെച്ച് നമ്മുടെ എഗ്ഗ് നമുക്ക് ഇതിലൊന്ന് നമ്മൾ കലക്കി വെച്ച മുട്ടയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇപ്പൊ നമ്മൾ എഗ്ഗ് കലക്കിയതിലൊക്കെ നമ്മൾ നന്നായിട്ട് മുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് റസ്ക് പൊടി നന്നായിട്ട് കോട്ട് ചെയ്ത് വെക്കാം. ഇതാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല എന്ത് ഭംഗിയില്ലാതെ ഇരിക്കുന്നത്. അതപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പൊ എണ്ണയൊക്കെ അവിടെ തിളച്ച് കിടക്കുവാണെങ്കിൽ നമുക്ക് ഇതിനിട്ട് പൊരിച്ചെടുത്താലോ. അപ്പൊ നമുക്കിത് എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2 ബ്ലൂവിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കാരണം ഓൾറെഡി വെന്തതാണ് മുട്ട. അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചതാണ്. അപ്പൊ ഇതില് വേവിക്കാത്തായിട്ട് ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയാൽ നമുക്കിത് എടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കൂട്ടിട്ടുണ്ട്. നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത് ഈ സൈഡിൽ നിന്നാവട്ടെ. അപ്പൊ എന്തായാലും നന്നായിട്ടൊന്ന് മൂക്കട്ടത്. നമുക്കിവിടെ ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൂടുതലും വിറകടുപ്പാട്ട് യൂസ് ചെയ്യാറ്. കാരണം വേറൊന്നുമല്ല, നമുക്കിവിടെ അത്യാവശ്യം വിറകും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് പറമ്പിലായാലും പഴുത്തൊക്കെ ആയാലും നമുക്ക് വിറകൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പൊ നമ്മള് കൂടുതലും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്, വിറകടുപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വെട്ടത്തിന്റെ കുറച്ച് കുറവുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് രാവിലെ പോയതാണ്, കറണ്ട് ഇത്ര നേരം വന്നിട്ടില്ല. അപ്പോൾ വൈകിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വന്നാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് മറിച്ചിട്ടേനും. അപ്പോൾ നമ്മുടെ കിടിക്കാച്ചായിട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് വഴി അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. ടാറ്റ ബൈ ബൈ, സീ യു.